വെൽക്കം സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്റർ കൾച്ചർ ആൻഡ് നാഷണലിസം കണ്ടിരുന്നു. അതിൽ ഫസ്റ്റ് നമ്മൾ വാട്ട് ഈസ് നാഷണലിസം എന്ന് പറഞ്ഞു. അതിനുശേഷം കൊളോണിയൽ റൂൾ ആൻഡ് നാഷണലിസം പഠിച്ചു. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെയും പേരുകൾ പഠിച്ചു. പിന്നെ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഫ്രം ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മക്കൗളെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. സോഷ്യൽ റിഫോമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ മൂവ്മെൻറ്റ്സ്, റിഫോമേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്, പിന്നെ ലെജിസ്ലേഷൻസ് അബോളിഷിങ് സോഷ്യൽ ഈവിൾസ് വരെയാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. പിന്നെ നമുക്കിന്ന് പഠിക്കാനുള്ളത് ദ പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഭാഗമാണ്. ദ പ്രസ് ആൻഡ് യൂണിറ്റി ഓഫ് ഇന്ത്യ. അപ്പം ആ ഭാഗം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. അതായത് പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓൾ ഇന്ത്യൻ സിറ്റിസൻസ് ഹാസ് lost his naturalness, his lifeblood has dried up. He is half starved and half dressed. No delicious food is available to him. His dress is dragged and torn. His condition is very pathetic. This is the news item that appeared in Sulabh Samachar, an earlier newspaper from Bengal. അതായത് ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി. അവൻ്റെ ജീവരക്തം വരണ്ട് ഉണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനുമാണ് അവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവവും അവന് ലഭിക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. ഇത് ബംഗാളിലെ ആദ്യകാല ഒരു പത്രമായിട്ടുള്ള സുലഭ് സമാചാരിൽ വന്ന വാർത്തയാണിത്. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ ഈ വാർത്ത അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് ഈ പത്രത്തിലൂടെ. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്ത് വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ എത്തപ്പെട്ടു പത്രങ്ങൾ വഴി. അങ്ങനെ ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തെല്ലാം ചെയ്തുവെന്നാണ് നമുക്കിന്ന് നോക്കേണ്ടത്. നമുക്കതിലേക്ക് പോകാം. ലെറ്റ് us see what did the newspapers do during freedom movement. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഡ് ദി ന്യൂസ്പേപ്പേഴ്സ് ഡു during freedom movement, അല്ലെങ്കിൽ what was the role of the newspapers during freedom movement? Disseminated information on massacres, oppression and repressive rule in various parts of the country. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും പിന്നീട് മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് പത്രങ്ങൾ വിവരം നൽകി. Next point, motivated the people to protest against the British rule and evils in Indian society. അതായത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്ക് എതിരായും പ്രതിഷേധിക്കുവാനും പ്രതികരിക്കുവാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. തേർഡ് പോയിന്റ്, created public awareness on common economic exploitation by the British. അതായത് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. popularized reformative movements against social evils and superstitions. അതായത് ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകളും അനാചാരങ്ങൾക്കുമെതിരായി നടക്കുന്ന സാമൂഹിക പരിഷ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. നെക്സ്റ്റ് പോയിന്റ്, kept abreast of the global agitations for freedom, democracy and equality. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായി ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകി. റിപ്പോർട്ടഡ് ദി കലാമിറ്റീസ് ലൈക്ക് പ്ലേഗ് ആൻഡ് ഫാമിൻ ദാറ്റ് കിൽഡ് ദ തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ വേരിയസ് റീജിയൻസ്. അതുകൂടാതെ പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. ആ വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പം സ്നേഹപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പത്രങ്ങളിലൂടെ അന്ന് പ്രചരിച്ചത്. നമുക്കൊന്ന് ഇന്നത്തെ പത്രപ്രവർത്തനമൊക്കെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇന്നത്തെ പത്രങ്ങളിൽ എന്താണ്, പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് അല്ലേ, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആഭ്യന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും മറ്റ് പല വാർത്തകളൊക്കെയാണ് വരുന്നത്. പക്ഷേ അന്നത്തെ കാലത്ത് ഈ പത്രങ്ങൾ ദേശസ്നേഹത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദേശീയത ജനങ്ങളിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് നമ്മൾ പത്രത്തിലൂടെയാണ് എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും അറിയുന്നത് അല്ലേ. ഒപ്പോസിഷൻ്റെ ആണെങ്കിലും പിന്നീട് ഭരിക്കുന്ന പാർട്ടിയുടെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ചലനങ്ങളൊക്കെ നമ്മൾ പത്രത്തിലൂടെയാണ് അറിയുന്നത്, ഓരോ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പം അന്നും ഇതുപോലെ അന്നത്തെ സാഹചര്യം മറ്റൊന്നായിരുന്നു. ദേശസ്നേഹം ഉണർത്തുന്നതായിരുന്നു പത്രത്തിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്ന അക്കാലത്തെ പത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇനി
നെക്സ്റ്റ് എന്ന് അവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമിൻ ദ റോൾ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ മേക്കിംഗ് ദ പീപ്പിൾ അവെയർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് വയലേഷൻ ഓഫ് റൈറ്റ്സ് ദേ ഫേസ്ഡ്. അങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എഴുതാം കേട്ടോ, ആൻസർ എഴുതാം. ദെൻ മേജർ ന്യൂസ് പേപ്പേഴ്സ് ഡ്യൂറിങ് ദി ഫ്രീഡം സ്ട്രഗിൾ ആൻഡ് ദ ലീഡേഴ്സ്. അപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സും അതിൻ്റെ ലീഡേഴ്സിൻ്റെയും പേരുകളാണ് നമ്മളിത് പഠിക്കണം. ദ ഹിന്ദു സ്വദേശി മിത്ര, അതിൻ്റെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ലീഡർന്ന് ജി സുബ്രഹ്മണ്യ അയ്യർ. ദെൻ നെക്സ്റ്റ് വൺ രണ്ടാമത്തേതെന്ന് പറയുന്നത് അമൃത് ബസാർ പത്രിക, അതായത് ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഭർദൂർജി മർസ്ബാൻ. പിന്നീട് കേസരി മറാത്ത, അതായത് ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. ദെൻ ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽ മിസസ് ആനി ബെസൻറ്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ആദ്യം പറയുന്നത് പത്രത്തിൻ്റെ പേരാണ്, രണ്ടാമത് നമ്മൾ പറയുന്നത് നേതാക്കന്മാരുടെ പേരുകളാണ്. അപ്പം ചില പേരുകളൊക്കെ നമുക്ക് പെട്ടെന്ന് വായിൽ കൊണ്ട് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഹൃദയസ്ഥമാവുന്ന പേരുകളാണ്. നമ്മൾ ക്വിസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കൂടാതെ എക്സാമിന് 1 മാർക്കായിട്ടും വരാം കേട്ടോ. ദെൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദി നെയിംസ് ഓഫ് ദ മലയാളം ന്യൂസ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ലിസ്റ്റ് ദം. ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മൂവ്മെൻറ്റിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന പത്രങ്ങളുടെ പേരുകൾ കണ്ടുപിടിച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദേശീയ സമരകാലത്ത് മലയാള ഭാഷയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പത്രങ്ങൾ, 1-2 പത്രങ്ങളുടെ പേര് ഞാൻ പറയാം. അതായത് നസ്രാണി ദീപിക ഒന്നാണ് ആ പേര്. പിന്നീട് കേരളോദയം, കേരളഭൂഷണം, സ്വദേശാഭിമാനി, അങ്ങനെയുള്ള കുറച്ച് പത്രങ്ങൾ ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ച് പട്ടികപ്പെടുത്തി എഴുതുക. അടുത്തത് Indian leaders mostly depended on newspapers to propagate their nationalistic ideologies. They considered journalism as a social service. അപ്പോൾ നോക്കുക, പത്രത്തിൻ്റെ പ്രാധാന്യം നോക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ വേണ്ടിയിട്ട് പത്രത്തെയാണ് അവർ ആശ്രയിച്ചിരുന്നത്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായിട്ടായിരുന്നു കരുതിയിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ടുള്ളൊരു മീഡിയ ആയിട്ടാണ് പത്രത്തിനെ കണ്ടിരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് പത്രങ്ങളെ കണ്ടിരുന്നത്. Their newspapers criticized the British policies and motivated national movement. Raja Ram Mohan Roy was the first to start a newspaper with a national perspective. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ പത്രങ്ങൾ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഒരു ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ ആരംഭം കുറിച്ചത് രാജാറാം മോഹൻ റോയ് എന്ന മഹത് വ്യക്തി ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി, പിന്നീട് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നവ ആയിരുന്നു. ദ സംവാദ് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മിറാത്ത് ഉൽ അക്ബർ ഇൻ പേർഷ്യൻ ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ റിഫർമേഷൻ, ഡെമോക്രസി ആൻഡ് നാഷണലിസം. ഫോളോയിങ് ഹിസ് പാത്ത്, അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് മെനി റിഫോമേഴ്സ് ആൻഡ് നാഷണൽ ലീഡേഴ്സ് പബ്ലിഷ്ഡ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ റീജിയൻ ലാംഗ്വേജസ്. അപ്പം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറക്കപ്പെട്ടു. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കന്മാർ ആയിരുന്നു. റിയലൈസിങ് ദ പവർ ഓഫ് ദി പ്രസ്, ദ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് സ്ട്രിഞ്ചൻ്റ് മെഷേഴ്സ് ടു കൺട്രോൾ ദം. അപ്പോൾ ഈ പത്രത്തിൻ്റെ ഈ ശക്തി മനസ്സിലാക്കിക്കൊണ്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ അവർ കൊണ്ടുവന്നു. അങ്ങനെ ദ വെർണാക്കുലർ പ്രസ് ആക്ട് എനാക്റ്റഡ് ബൈ ലോർഡ് ലിറ്റൺ ഇൻ 1878 വാസ് വൺ ഓഫ് ദം. അങ്ങനെ പത്രങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് 1878 ലിറ്റൺ പ്രഭു നടപ്പാക്കിയതാണ് വെർണാക്കുലർ പ്രസ് ആക്ട്, അതായത് പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതായത് പ്രാദേശിക ഭാഷയിൽ അച്ചടിച്ച് വന്ന സാധാരണക്കാർക്കും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഈ അനീതിയും അനാചാരങ്ങളുമൊക്കെ, ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ അത് പ്രാദേശിക ഭാഷയിൽ അച്ചടിക്കേണ്ട എന്ന് പറഞ്ഞ് ലിറ്റൺ പ്രഭു ഒരു വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നു.
ദ ബ്രിട്ടീഷ് വിഡ്രൂ ദി ആക്ട് ആഫ്റ്റർ എ മാസീവ് പ്രൊട്ടസ്റ്റ്. അപ്പം ഒരു ജനകീയ പ്രക്ഷോഭം ഒക്കെ ഉണ്ടായതിന് ശേഷമാണ്, വളരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നതിന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇത് പിൻവലിച്ചത്. അപ്പം ജനങ്ങളുടെ പ്രക്ഷോഭം കാരണം അത് പിൻവലിക്കപ്പെട്ടു. ഡ്യൂറിങ് ദോസ് ഡേയ്സ് പ്രൊട്ടക്ഷൻ, സർക്കുലേഷൻ ആൻഡ് റീഡിങ് ന്യൂസ് പേപ്പേഴ്സ് വെർ കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഫ്രീഡം സ്ട്രഗിൾ. അപ്പം അന്നത്തെ കാലത്തെന്ന് പറയുന്നത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാക്കുകൾ, അതിലെ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നതുമൊക്കെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. അവരതിനു വേണ്ടി കൂടുതൽ പ്രയത്നിച്ചു. ദെൻ എഡ്യൂക്കേഷൻ ഫോർ നേഷൻ, അതായത് വിദ്യാഭ്യാസം ദേശത്തിന്. അവിടെ രാജാറാം മോഹൻ റോയും കേശബ് ചന്ദ്ര സെന്നും വീരേശലിംഗവും പറഞ്ഞ വാക്കുകളാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. ആദ്യം രാജാറാം മോഹൻ റോയ് പറഞ്ഞത് ശ്രദ്ധിക്കാം. ഇഫ് ദ ഇന്ത്യൻസ് ഗെറ്റ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ദേ വിൽ ഗെയിൻ ഡ്യൂ റെസ്പെക്റ്റ് ഫ്രം എവറി വൺ. അദ്ദേഹം പറഞ്ഞത്, അതായത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നാണ്. അടുത്തത് കേശബ് ചന്ദ്രസെൻ പറഞ്ഞാണ്, ഇഫ് ബോത്ത് ദി റിച്ച് ആൻഡ് ദ പുവർ ഗെറ്റ് ഇനഫ് എഡ്യൂക്കേഷൻ ദേ വിൽ ബി ഏബിൾ ടു ഫൈറ്റ് യുണൈറ്റഡ്ലി അഗെയിൻസ്റ്റ് ഓൾ ടൈപ്സ് ഓഫ് അട്രോസിറ്റീസ് ആൻഡ് ക്രൂവൽറ്റീസ് മെറ്റഡ് ഔട്ട് ടു ദം. അതായത് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലിനും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനായിട്ട് അവർക്ക് സാധിക്കും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. എന്തിനെതിരെ? അടിച്ചമർത്തലിനെതിരെയും പിന്നീടുള്ള അവരഭിമുഖീകരിക്കുന്ന വരുന്ന പ്രശ്നങ്ങൾക്കെതിരെയും ഒറ്റക്കെട്ടായിട്ട് പോരാടാനുള്ള ടൂളായിട്ടാണ് അദ്ദേഹം കണ്ടത്. പിന്നീട് അടുത്തത് വീരേശലിംഗം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ദ എഡ്യൂക്കേറ്റഡ് ആർ ദി സ്പോക്സ്മെൻ ഓഫ് ദി ചേഞ്ച്. അതായത് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. അല്ലേ? എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഇവ മൂന്നുമെന്നും നിങ്ങൾ നോക്കുക. These are the visions of the various social reformers on the importance and necessity of the education. അപ്പോൾ വിവിധ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില കോഡ്സാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന 3 കോഡ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഐഡൻറ്റിഫൈ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം ദിസ് ഒബ്സർവേഷൻ. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് കണ്ടെത്താനായിട്ടാണ് പറയുന്നത്. അതായത് ഒന്നാമത്തെ പോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്, ടു ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, അതായത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. ടു മെയിൻറ്റെയിൻ യൂണിറ്റി, അതായത് ഐക്യം നിലനിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് സാധിക്കും, നമുക്കെതിരെ വരുന്ന എന്ത് പ്രശ്നത്തിനുമെതിരെ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് നേരെ വരുന്ന പ്രശ്നങ്ങൾക്ക് എതിരെ നമ്മൾക്ക് പോരാടാനായിട്ട് സാധിക്കും. അല്ലേ? We can fight against the problems that come towards us through education. Establishing national education institution was the main means adopted for inculcating nationalism. They imparted secular education to all sections of the society. The Deccan Educational Society, founded in 1884 in Pune by G.G. Agarkar, Bal Gangadhar Tilak and Mahadev Govind Ranade, was one of the such education institutions established with a national perspective. അതായത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനായിട്ടുള്ളൊരു പ്രധാന മാർഗം. അതുവഴി മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ കോളം വരച്ച് പഠിക്കണം. അതായത് ഏത് വർഷമാണ്, ആരാണ് ഫൗണ്ട് ചെയ്തത്, യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്, അങ്ങനെ പഠിക്കണം. അപ്പം 1884 G.G. അഗർക്കർ 1884 എന്ന് ഒരു കോളത്തിൽ എഴുതുക. അപ്പുറത്തെ കോളത്തിൽ ആരാണ് ഫൗണ്ടർ? G.G. അഗർക്കറും ബാലഗംഗാധര തിലക്കും പിന്നെന്താണ് മഹാദേവ ഗോവിന്ദ രാനഡെ ഇവർ ചേർന്ന് സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരും മൂന്നാമത് എഴുതാം. എന്താണ് ചേർന്ന് സ്ഥാപിച്ചത്? ഡെക്കാൻ എഡ്യൂക്കേഷണൽ സൊസൈറ്റി. എന്തായിരുന്നു അതിൻ്റെ കാഴ്ചപ്പാട് വെച്ചാൽ ഇന്ത്യയിൽ അതായത് എല്ലാവർക്കും മതേതര വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ആവശ്യം. അപ്പോൾ ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഒരു ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയവുമായിട്ടുള്ള പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അവർക്ക് ഒരു ഉത്തമമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. The founders were well aware that the education was inevitable with the socio-economic and cultural progress of the country. Then
The Swadeshi movement, which started after the partition of Bengal in 1905, influenced to found many educational institutions for the propagation of national education. പിന്നീട് 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അങ്ങനെ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് പഠിക്കാനുള്ളത് DK കാർവെ സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര ഇൻ 1960. അങ്ങനെ DK കാർവെ എന്ന് പറഞ്ഞ വ്യക്തി ആദ്യത്തെ ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ചു 1960. ഞാൻ നേരത്തെ 3 കോളം വരച്ചിടുന്നതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ താഴത്ത് ഈ വർഷവും പേരും ഫൗണ്ടറിൻ്റെ പേരും എഴുതുക, യൂണിവേഴ്സിറ്റിയുടെ പേരും ഫൗണ്ടറിൻ്റെ പേരും. അപ്പം നിങ്ങൾക്കത് മറക്കില്ല. He was motivated by the concept that education has a pivotal role in women empowerment. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതിന് വേണ്ടിയിട്ടാണ് ഈ യൂണിവേഴ്സിറ്റി തുടർന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഫോർ ദിസ് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർ ഫൗണ്ടഡ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദി ഇന്ത്യ. ദെയർ മേജർ ഒബ്ജക്റ്റീവ്സ് വർ പ്രൊമോഷൻ ഓഫ് നാഷണലിസം, ഒപ്പോസിഷൻ ഓഫ് സോഷ്യൽ ഈവിൾസ് ആൻഡ് റിജക്ഷൻ ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ വുമൺ യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങിയതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസവും പിന്നീട് സാമൂഹിക അനാചാരങ്ങളോടുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടുമൊക്കെ തന്നെ ആയിരുന്നു. Next one, Vishwabharati, the university founded by Rabindranath Tagore in Bengal, focused on universal brotherhood. ഓർത്തിരിക്കണം, മറക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞ 2 കോളം വരച്ച് എഴുതിയല്ലോ, അതിൻ്റെ താഴെ നിങ്ങൾ ഇനി എഴുതേണ്ട അടുത്ത പേരാണിത്. വിശ്വഭാരതി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ആരാ ഫൗണ്ട് ചെയ്തത്? രവീന്ദ്രനാഥ ടാഗോർ ഇൻ ബംഗാൾ. അത് ഫോക്കസ് ചെയ്ത് എന്തിലാണ്? യൂണിവേഴ്സൽ ബ്രദർഹുഡ്. With this university, Tagore aimed at a system of education that would bridge Western and Eastern cultures. അപ്പം ഇതുവഴി ഇതിന് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് ഊന്നൽ നൽകിയത്? അതായത് പാശ്ചാത്യവും പൗരസ്ത്യവുമായ സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. അപ്പം എന്തായിരുന്നു ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ലക്ഷ്യമെന്നും നിങ്ങൾക്ക് അപ്പുറത്ത് ചേർത്ത് എഴുതാവുന്നതാണ്. Similarly, when the national movement became strong under the leadership of Mahatma Gandhi, a team led by Maulana Muhammad Ali, Shaukat Ali, Dr. Zakir Hussain and M.A. Ansari founded the Jamia Millia Islamia in Aligarh. Jamia Millia Islamia ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ പേര്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സാക്കിർ ഹുസൈൻ, M.A. അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിയ മില്ലിയ ഇസ്ലാമിയ. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന കാഴ്ചപ്പാടായിരുന്നു അതിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. മതേതര വിദ്യാഭ്യാസം. ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു സ്ട്രെങ്ത് നാഷണൽ മൂവ്മെൻറ്റ് ത്രൂ സെക്യുലർ എഡ്യൂക്കേഷൻ. ദെൻ intrusion of Western arts and education ruined Indian traditional arts. പിന്നീട് എന്താ സംഭവം എന്ന് വെച്ചാൽ പാശ്ചാത്യ വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായപ്പോഴും പിന്നീട് പാശ്ചാത്യ കല അതിനെയൊക്കെ കടന്നു കയറ്റം ഇന്ത്യയുടെ നമുക്ക് തനതായിട്ടുണ്ടായിരുന്ന നമ്മുടെ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഇതിനെ രക്ഷിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മെനി ഇനീഷ്യേറ്റീവ്സ് വർ ടേക്കൺ ടു ഡിഫെൻഡ് ദി കൾച്ചറൽ ഇൻവേഷൻ ആൻഡ് പ്രൊമോട്ട് ട്രഡീഷണൽ ആർട്ട്. അപ്പോൾ ഈ ട്രഡീഷണൽ ആർട്ടിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളായി പിന്നീട് നടന്നത്. അതായത് ഇതിനെ തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായിട്ട് ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. അങ്ങനെ അതിൻ്റെ ആ ലക്ഷ്യത്തോടു കൂടി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ദെൻ കേരള കലാമണ്ഡലം in the ചെറുതുരുത്തി വില്ലേജ് ഓഫ് തൃശ്ശൂർ, ഫൗണ്ടഡ് ബൈ ദി മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ വാസ് വൺ ഓഫ് ദ സച്ച് ഇനിഷ്യേറ്റീവ്സ്. ദെൻ ഇൻ 1937 എല്ലാത്തിനും ചിത്രങ്ങളോടെ കൊടുത്തിട്ടുണ്ട്. ഇൻ 1937 മഹാത്മാഗാന്ധി പ്രൊപ്പോസ്ഡ് എ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലാൻ. ഇനി 1937 ഇത് 1 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് 2-3 തവണ ചോദിച്ചാണ് കേട്ടോ. ഗാന്ധിജി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്ലാൻ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് വാർധ എഡ്യൂക്കേഷൻ പ്ലാൻ. ഇറ്റ്സ് മേജർ ഒബ്ജക്റ്റീവ് വാസ് ടു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന്
പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനാണ്. എന്ന് വെച്ചാൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഹി തോട്ട് ദാറ്റ് വൊക്കേഷണൽ ട്രെയിനിങ് ഡ്യൂറിങ് എഡ്യൂക്കേഷൻ വുഡ് ഹെൽപ്പ് ബിൽഡ് എ ഗുഡ് ഫ്യൂച്ചർ. അദ്ദേഹത്തിൻ്റെ ചിന്തിച്ച ഇതാണ്, വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിത ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നല്ലതാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്നത്. അദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചത്. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് സച്ച് എ ജനറേഷൻ കുഡ് ഡിഫെൻഡ് ദി ബ്രിട്ടീഷ്. അപ്പോൾ ഗാന്ധിജി എന്താ വിശ്വസിച്ചത്? അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. വിദ്യാർത്ഥികളെ തൊഴിലുകൾ പഠിപ്പിച്ചാൽ അത് അവരുടെ ഭാവി ജീവിതത്തിന് ഗുണകരമാവുമെന്നാണ് അദ്ദേഹം കരുതിയത്. ഇനി അടുത്തത് നൈ താലിം എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഗാന്ധിജി പ്രൊപ്പോസ്ഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി റിലേറ്റഡ് ടു സം പ്രൊഡക്റ്റീവ് ഒക്യുപ്പേഷൻ. He recommended free and compulsory education in the mother tongue for all children between 8 and 14 years. അതായത് ഉൽപാദനക്ഷമമായ എന്തെങ്കിലും ഒരു തൊഴിൽ ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകുവാനായിട്ട് ഗാന്ധിജി നിർദ്ദേശിച്ചു. അങ്ങനെ 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അതും മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അങ്ങനെ ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതി ആണ് നൈ താലിം എന്ന് അറിയപ്പെടുന്നത്. നൈ താലിം. Then in 1937 the Warda Conference of the Indian National Congress appointed a committee headed by Dr. Zakir Hussain to study the system of education. അങ്ങനെ 1937 വാർധ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ സാക്കിർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. അപ്പം എന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, ഹൗ ഡിഡ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് നർച്ചർ ഇന്ത്യൻ നാഷണലിസം. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ദേശീയത വളർച്ചയ്ക്ക് വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി സഹായകമായത്? നമ്മൾ മേളിൽ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് ഐഡിയൽസ് ഓഫ് ഫോളോയിങ് some of the ideas envisioned in national education. Read carefully. List the institution that worked for materializing these ideas. അവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. അതായത് ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ച സ്ഥാപനങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച ഈ പാഠത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളത് കണ്ടുപിടിച്ച് എഴുതേണ്ടതാണ്. അതായത് മതേതരത്വം, ദേശീയ വിദ്യാഭ്യാസം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, മതേതരത്വം, ഉദാഹരണം ഏത് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പഠിച്ചത് അത് എഴുതണം. അതിന് വേണ്ടിയിട്ട് ദേശീയത, സ്ത്രീകളുടെ ഉന്നമനം, പിന്നെ അന്തർദേശീയത, പാരമ്പര്യ കലകളുടെ പുനരുദ്ധാരണം, അതിന് വേണ്ടിയിട്ട് ഏത് സ്ഥാപനമാണ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്ഥാപിച്ചത്. പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്നോട് പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഫോറിൻ റൂൾ ആൻഡ് കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ അതായത് വൈദേശിക മേധാവിത്വം, ജാതി വ്യവസ്ഥ എന്നിവയുള്ള എതിർപ്പ്, അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ഈ പഠിച്ച പാഠഭാഗത്തിൽ നിന്ന് നിങ്ങൾ എഴുതേണ്ടതാണ്. ഐഡിയാസ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ, സെക്കുലാരിസം, ദെൻ നാഷണലിസം, വുമൺ എംപവർമെൻറ്റ്, ദെൻ റിവൈവൽ ഓഫ് ട്രഡീഷണൽ ആർട്സ്, ദെൻ പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ഫോറിൻ റൂൾ ആൻഡ് കാസ്റ്റ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഓക്കെ. അപ്പം നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് എഴുതുക. വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാം. ഇപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.